ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു വാൾ ഡെക്കോറാണ്. അപ്പോൾ ഞാൻ വാൾ ഡെക്കോർ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വാൾ ഡെക്കോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു ഫയൽ പേപ്പർ എടുത്തിട്ട് ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് 3 ടൈപ്പാക്കിയിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുക്കുക. ഇതുപോലെ അപ്പുറത്തൊക്കെ ഒന്ന് മടക്കിയതിന് ശേഷം ഇത് ഫുള്ളൊന്ന് നിവർത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പീസ് കിട്ടും. അതിൽ നിന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നീറ്റായിട്ട് വെട്ടിയാലും മതി. എന്നിട്ട് അതിൻ്റെ ഫുൾ സൈഡ് ഓഫ് ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇതുപോലെ എല്ലാ സൈഡും ഇതുപോലെ ഒരു റെക്റ്റാങ്കിളായിട്ട് അടിയിലൊന്ന് റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്തിട്ട് വെട്ടിയാലും മതി. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു 3D മാർക്കറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്കെച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തുള്ള ഒരു 3D മാർക്കറാണ്. സംഭവം കുറച്ചൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്കുണ്ട് ആവില്ല. പക്ഷേ ഈ 3D മാർക്കറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കളറ് കഴിയണമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, ഇതിൽ കാണാനും ഉണ്ട്. കാരണം അത് ഫുള്ള് കോളായിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിന് ഇതുപോലെ ഫുള്ളൊന്നിങ്ങനെ ആ സൈഡ് ഫുള്ളൊന്ന് കളർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തതാ, എല്ലാതും ഇതുപോലെ കളർ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഒരു പാൻ, നിങ്ങൾക്ക് മറ്റേ ചെറിയ ഇതുപോലെ ഹോൾ ഉണ്ടാക്കില്ലേ, ആ സാധനം വെച്ചിട്ട് അമർത്തിയാലും മതി. ഇപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ പാൻ വെച്ചിട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുള്ള് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അതിന് നമ്മളൊരു ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതുപോലെ നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ എടുത്തിട്ട് നടുക്ക് ഒരു യെല്ലോ കളർ ഡോട്ട്സ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ, ആ പേപ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നടുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ നടുക്ക് അങ്ങ് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഫുള്ള് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ഫുള്ള് ചെയ്യണമൊന്നും കാണിച്ചിട്ടില്ല, ഞാനിപ്പോൾ കുറച്ച് ചെയ്യണേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഫുള്ള് ചെയ്യണമൊക്കെ ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്യണമൊക്കെ അതുപോലെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് പിന്നെയും പശ തേച്ച് കൊടുക്കുക, കുറച്ചധികം തേച്ച് കേട്ടോ. കാരണം അത് പോരാനുള്ളൊരു ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ചൊക്കെ അധികം പശ തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഫുള്ളൊന്ന് ഒട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം അതാണ് കേട്ടോ, ആ നീല കളറ് കാണാൻ ഞാൻ ആ ഹോൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് പിന്നെ ശേഷം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളടുത്ത് ഇതുപോലെ ഒരു ത്രെഡ് ഉണ്ടാവുമല്ലോ, ത്രെഡ് നൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു ചെറിയൊരു പിങ്ക് കളർ ത്രെഡ് നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ഹോൾ ഉണ്ടല്ലോ, നമ്മൾ പേപ്പർ ഒന്ന് ബാക്കിലോട്ട് പിടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ആ ഹോളിലോട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ആ ഹോളിലോട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഈ വീഡിയോ കാണുന്നവരെ ബാക്കിൽ ഒന്ന് ഹോളിലൂടെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ കാണുന്ന ആ ഒരു ചെറിയ ഡോട്ടിലൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡൊരു ത്രെഡ് വെച്ചിട്ട് ഫുള്ള് ഫില്ലായി കിട്ടും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതേമാതിരി തന്നെ ഫുള്ളൊന്ന് റെഡിയാക്കി എടുക്കണം ഇതുപോലെ. അപ്പോൾ എന്തായാലും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതാണ് റിസൾട്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.